ശ്രദ്ധ തിരിച്ചാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിലെ 52-ാം വാക്യം. Luke chapter 2 verse 52 reads like this. And യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. And Jesus increased in wisdom and stature and in favor with God and man. Can we read it together? And Jesus increased in wisdom and stature and in favor with God and man. Praise the Lord. Hallelujah. മനുഷ്യ ജീവിതത്തിന്റെ രണ്ട് ഉറവകളുണ്ട്. മനുഷ്യ ജീവിതത്തിൽ മൊത്തത്തിൽ there are two sources for human life. ഒന്ന് നാച്ചുറൽ ആയിരിക്കുന്ന ആദാമിൽ നിന്നുള്ള ഒരു ഉറവ അല്ലെങ്കിൽ ഒരു പുറപ്പെടി. One source or one starting is from the natural source which is from Adam. രണ്ടാമത്തെ ഉറവ ജീവന്റെ ക്രിസ്തുവായിരിക്കുന്ന ജീവന്റെ ഉറവയായിരിക്കുന്ന ക്രിസ്തുവിൽ നിന്നുള്ള ഒരു പുറപ്പാട് അല്ലെങ്കിൽ ഒരു ഉറവ. The second source or starting of mankind is from the Christ who is the life. ഈ രണ്ട് ഉറവയിൽ നിന്നുള്ള വ്യക്തികളായി ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുകയാണ്. And God has created us in such a way that we have these two startings or springs of life. ഒന്ന് ഇൻബിൽറ്റ് ആയി ഈ ഭൂമിയിലാക്കി. One is inbuilt in this world. വേദം പറയുന്നു ഒന്നാമത്തെ മനുഷ്യൻ ആദാമിൽ നിന്ന്. The word of God says the first man from Adam. ഒന്നുകൊരിന്ത്യർക്ക് ലേഖനം 15-ാം അധ്യായം അതിന്റെ ആ ഭാഗങ്ങൾ നമുക്ക് കാണുവാണെങ്കിൽ ഒന്നാം മനുഷ്യനായ ആദാമിൽ നിന്ന്. So in 1 Corinthians we read the first man Adam. രണ്ടാമത്തെ മനുഷ്യനായ ക്രിസ്തുവിൽ നിന്ന്. പിന്നെ അവിടെ വേറൊരു വേർഡുണ്ട് ഒടുക്കത്തെ ആദാമിൽ നിന്ന്. And in the same chapter it says the second man, the second Adam, which is the Christ, or the last Adam, the word says. രണ്ടുപേരുടെയും ജനനം വ്യത്യസ്തമായിരുന്നു. The birth of these two Adams are different. ഒന്നാമത്തെ മനുഷ്യൻ The first man നമ്മുടെ കൂട്ടി ജനിച്ചവരല്ല. is not somebody who is born like all of us. അദ്ദേഹം 30-ാമത്തെ വയസ്സിൽ പൂർണ്ണ മനുഷ്യനായി ദൈവം സൃഷ്ടിച്ചു. And I believe that in the age 30 he was made as a fully grown human being. Adam was a complete man by creation. Adam was not born like a baby, but he was born as a fully grown human being, maybe by the age 30. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ built in. In other words, he was built completely, built in. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഏതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം? Which one do you think you like? built in ആണോ ഇഷ്ടം, build-up ആണോ ഇഷ്ടം? Which one do you like, built in or build up, building up? ഏതാ ഇഷ്ടം? ഏതാ ഇഷ്ടം നിങ്ങൾക്ക്? built in ആണോ ഇഷ്ടം, build-up ആണോ ഇഷ്ടം? മനസ്സിലായോ? ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് ഓക്കെയാണോ? ഐഡിയ മനസ്സിലായോ? So the question is, imagine two things. One is a human being not born as a child but born, say, by the age 30. For example, like നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിന്നും അല്ല നിങ്ങൾ വന്നത്, 30-ാമത്തെ വയസ്സിൽ നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ദൈവവാക്യം വെച്ചു. Yeah, so you're not born in the mother's womb, but you are just by a human being. ഈ സിസ്റ്റത്തിലൂടെ വന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം? Or do you like, just like how we are now, born as a baby and growing up year after year? Which one do you like? ഏതാ ഇഷ്ടം? ഏതാ ഇഷ്ടം? built up, not built in. അതായത് മൊത്തത്തിൽ സൃഷ്ടിച്ചിട്ട് ഇങ്ങനെ വെക്കുന്നതിനേക്കാൾ. ഒരാളെങ്കിലും പറഞ്ഞു മൊത്തത്തിൽ സൃഷ്ടിച്ച് വെക്കുന്നതിനേക്കാൾ. So at least one person said that it's not built up, which meaning. ഞാൻ സമയം ഇട്ട് കൊടുക്കുന്നില്ല. ഞാൻ ഒരു വീഡിയോ കണ്ടത് ഇങ്ങനെയാണ്. I saw a video like this. ഒരു വലിയ മരം, a huge tree like this. ഒരു വലിയൊരു മെഷീൻ വന്നിട്ട് a huge machine is coming. അതിനെ കംപ്ലീറ്റ് പറിച്ചെടുത്തോണ്ട് and is uprooting it. അതിന് വേറൊരു ഗാർഡനിൽ കൊണ്ടുപോകും. and is taking and planting it in a different space, a different garden. എന്നാൽ അവിടെ നിൽക്കുന്ന ചെറിയ ചെടികൾ and the little plants which are there. ഈ മരത്തെ നോക്കിയിട്ട് പറയുന്നു. and is looking at this huge tree. ഇത് എന്തൊരു ഇല്ലേ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് നിൽക്കുന്ന ഒരു സാധനം. Oh God, this is a huge tree coming here out of nowhere. This is wonderful. This is wonderful എന്ന് പറഞ്ഞു. പക്ഷേ കാറ്റടിച്ചപ്പോൾ but when a wind came, ഒരു വലിയ മഴ വന്നു. and when a huge rain came. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ ഈ മരം
മരം പിടിതുകൊണ്ടുപോയി മാറ്റി വെക്കുന്ന സ്ഥലം. Have you seen these videos where trees are uprooted and placed in other places? ഇതെന്ത് ഇത് മാറ്റി With the wind and the rain, this tree fell down. പക്ഷെ ആ വളർന്നു വന്ന സാധനം But this little plants which are growing up, അത് ഇതിന്റെ സൈസ് ആയപ്പോൾ but when the plants became the size of the huge tree, ഇതെന്ത് ചെയ്തില്ല, you know what happened? It did not. ഈ മരം വീണതുപോലെ ആ മരം It did not fall like the plant, but like the tree which was planted in. ഇനി ആദമിന്റെ കഥയിലേക്ക് വരാം. Let me come back to the story of Adam. ആദം എവിടെ വീണോ, Where Adam fell, ശിശുവായി ജനിച്ചവൻ, but another man who is born up like a baby, ജ്ഞാനത്തിൽ വളർന്നവൻ, when he is born and grown up in wisdom, സ്റ്റേച്ചറിൽ വളർന്നവൻ, and the one who is grown up in stature, ആത്മാവിന്റെ ശക്തിയോടെ വളർന്നവൻ, when he is born and grown up in power in his spirit, ചെറിയൊരു പരീക്ഷ മാത്രമല്ല അവൻ തോറ്റത്. no, he did not fail in any small tests. ആദം ഏതിനകത്ത് തോറ്റത് മോനെ? You know what Adam failed in? ആദം ഏതിനകത്ത് തോറ്റത്? What did Adam fail in? A small temptation. സ്മോൾ നമുക്ക് വേണേ പറയാം. But a temptation. യേശു ക്രിസ്തു But what about Jesus? ഏതാ നിനക്ക് ഇഷ്ടം? Which one do you like? ബിൽറ്റിനാണോ Do you like built in or build up? അതിനായി വീട്ടിൽ കൂടെ Amen. That's why we have this meeting here. Hallelujah. നിങ്ങൾ ബിൽറ്റിനല്ല, We are not built in, മുതിർന്നു വരിക, but we are building up, growing up. പ്രതിസന്ധികളിൽ വളർന്നു In വരിക, the challenges, പ്രതികൂലങ്ങളിൽ വളർന്നു വരിക, between the trials, പരിശോധനകളിൽ വളർന്നു വരിക, in the problems, ടെംപ്റ്റേഷൻസിൽ വളർന്നു വരിക. between the temptations. നിങ്ങൾ വേറൊരു ലോകത്തല്ല We are ജീവിക്കുന്നത്. not living in another എവിടെ world. പാപമുണ്ടോ, Where എവിടെ പാപം കൊടികുത്തി വാഴുന്നോ, the place where sin is growing, എവിടെ പാപത്തിന്റെ ശക്തി കിരാരമായി വളരുന്നോ, the same place where അവിടെയാണ് ദൈവം നിങ്ങളെ വളർത്തുന്നത്. that's the same place അവിടെയാണ് ദൈവം നിങ്ങളെ വളർത്തുവാൻ that's ആഗ്രഹിക്കുന്നത്. where God wants us to അവിടെ grow. വളരുന്ന ചെടി And the plant which is growing there, യേശു ക്രിസ്തു പറഞ്ഞു, Jesus said എന്റെ വചനത്തിൽ ഭവനം പണിയുന്ന ഭവനം, that എന്റെ വചനത്തിൽ the house which is built up in my word, എന്റെ വചനത്തിൽ പണിയുന്ന ഭവനം, the house which is built up in my word, ഉറപ്പുള്ള പാറയിൽ പണിയുന്ന ഭവനം, the house which is built up in the strong മഴയടിച്ചു, foundation of rock, the rain comes, കൊടുങ്കാറ്റടിച്ചു, the wind comes, പക്ഷേ അത് വീണ് പോയില്ല. it will not fall. ഇതുപോലെ വീഴാത്തൊരു ഭവനം പണിയുക, Good morning. വീഴാത്തൊരു ജനറേഷനെ പണിയുക. Generation which will not fall. പരിശോധനകളിൽ വീഴുന്നവരല്ല, The പാപം വരുമ്പോൾ അതിന് അടിമപ്പെടുന്നവരല്ല, generation which will not fall in sin. സ്വന്തം ഭാര്യ കഴിക്കാൻ പറയുമ്പോൾ കഴിക്കുന്നതല്ല, It will not move when somebody യോജിച്ച് says ഓഫർ ചെയ്യുമ്പോൾ അത് വാങ്ങിച്ച് കഴിക്കുന്നതല്ല, no, we're not falling. അതിന് നോ എന്ന് പറയുക, But we'll അത് say വേണ്ട no. എന്ന് പറയുക, We'll say no. അത് എനിക്കുള്ളതെന്ന് പറയുക, And we'll say this is not for me. എന്നെ സൃഷ്ടിച്ചവന്റെ ഹിതമാണ് എന്റെ ഹിതമെന്ന് പറയുക. But we'll say my will is the ഒരു word. തലമുറ വാർത്തെടുക്കുന്നതാണ് ഈ വാക്കുകൾക്ക് വേണ്ടി ഈ ലക്ഷ്യത്തിന് വേണ്ടി. Hallelujah. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? Hallelujah. എത്ര പേര് How വിശ്വസിക്കുന്നുണ്ട്? many of you believe? അത് ഒരു ദിവസം കൊണ്ട് This സംഭവിക്കുന്നതാണ്. will not happen in one day. ഒരു ദിവസം കൊണ്ട് ആരും ആത്മാവിൽ ആരും നിങ്ങളുടെ ഒരു ദിവസം കൊണ്ട് അത് Oh, വളർന്നു. we will not grow in one day. Hallelujah. At least 30 years. It took 30 years. 30 വർഷങ്ങൾ എടുത്തു. It takes at least 30 years. നിങ്ങളുടെ ആത്മീയ ജീവിതം ആരംഭിച്ചെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, Oh, if you have started your spiritual life, let me tell you. ഒരു യഥാർത്ഥ അനന്താകാൻ 30 വർഷം എടുക്കുന്നുണ്ടെങ്കിൽ, If it takes 30 years for according to the word of God, according to the word of അല്ല God, ദൈവിക വേലയ്ക്കായി 30 വർഷം എടുക്കുന്നുണ്ടെങ്കിൽ, it took 30 years for Jesus. you have to be patient. We have to be patient. But Amen. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, But the word of God says, യേശു അതിനെന്തോ ചെയ്തെന്നറിയാമോ? ഞാൻ ഒരു വാക്ക് വായിച്ചിട്ട് വേഗം ദൈവദാസന് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. 51 വായിക്കുന്നു. verse 51 reads like this. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി. And he went down with them. ഒന്ന് വായിച്ചേ മക്കളെ, എല്ലാവരും ഒന്ന് വായിച്ചേ. He went down with പിന്നെ അവൻ them. ആര്? Who? Jesus. Jesus Jesus went down with them. whom? With them. His parents. No pastors. It's not his pastors, but who? ആരോടാ? With whom did Jesus go? No pastors. It's not pastors. Not Pastors elders. Allah. Brothers Allah. Not elders അല്ല. Elders Allah. ആരുടെ കൂടെ നിങ്ങൾ വളരുവാൻ ദൈവം അനുവദിച്ചിരിക്കുന്നു? Whom did God ask you to grow with? അവരുടെ കൂടെ അവൻ. He grew up with them. അവന് പൊസിഷൻ എവിടായിരുന്നു?
Whose position? അവിടെ Where? നേരത്തെ ഇവിടെ വായിക്കുന്നുണ്ട്, ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഇരിക്കേണ്ടതല്ലയോ. A few verses earlier, Jesus is saying, "Am I not to stay in my Father's house?" So അദ്ദേഹം belongs to എവിടെയാണ്? He knows that where he belongs to. Where does he belong to? നിങ്ങൾ എല്ലാവരും belongs to ആരാണ്? Or where do you belong to? God himself. Yes, he belongs to God നിങ്ങൾ himself. എല്ലാവരും ദൈവത്തിന്റെ He belongs to God himself. ആണോ? Yes, you are all belongs to us. We are all belongs to God, because we are a വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാം ആത്മാവിന്റെ അവന്റെ ആത്മാവിനാൽ നാം സൃഷ്ടിക്കപ്പെട്ടവർ. Amen. അവന്റെ ആത്മാവ് നമ്മുടെ നാവിന്റെ മൂക്കിന്മേൽ ഊന്നിയതാണ്. So we are all belongs to him. But there are a time that you have to be submitted certain authority. Amen. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു certain authority submit ചെയ്യേണ്ട ഒരു സമയമുണ്ട്. നിങ്ങൾ ചില സമയത്ത് എന്ത് ചെയ്യണം? We need to submit in certain times. Yes, നിങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയാണ്, ദൈവത്തിന്റെ ആലയമാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ അവിടെയാണ്, അത് എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഞാൻ ഇരിക്കണം. സംഭവം ശരിയാണ്. പക്ഷേ ആ ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ തുടങ്ങുന്നത് വരെ എന്ത് ചെയ്യണം? നിങ്ങൾ ആരുടെ കൂടെ വളരണം? അവൻ അവരോടുകൂടെ ഇറങ്ങി. To the right time where God asks us to grow, till He appoints, we need to stay and be submitted under the place where He has asked us to be in. അതുകൊണ്ട് തന്നെ മുടിയനായ പുത്രൻ ആദ്യം പറഞ്ഞത്, എനിക്ക് അപ്പന്റെ കൂടെ താമസിക്കണം. Amen. That's why the prodigal son said, "Oh, I don't want to stay with the father." നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്ഥലം നിങ്ങൾ അപ്പന്മാരോട് താമസിക്കണം. Many times we don't like to stay with our fathers. ഇല്ലേ മോനെ? Amen. Sincere ആയിട്ട് നിങ്ങൾ പറ. Amen. നിങ്ങൾ പറയും, അങ്കിളിന്റെ കൂട്ടല്ല എന്റെ അപ്പന്റെ കൂടെ. Maybe you will say, "Oh, my father is not like you, uncle. പുള്ളി ഭയങ്കര ഫ്രണ്ട്ലിയാ, My father is very friendly. I like my father." പക്ഷെ സോജനങ്ങളിലൂടെ ചിലപ്പോൾ താമസിക്കാൻ പാടായിരിക്കും നിങ്ങൾ But പറഞ്ഞു. maybe you will say, "Sojourner is very hard to be with." അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ പറയണേ, എന്തിനാ കഥ പറഞ്ഞു? But then you need to go and tell Jesus Christ, "Why did he say this story there?" കർത്താവ് അമ്മയെ കുറിച്ച് പറയുന്നില്ല. Jesus is not speaking about his അപ്പനെ mother. കുറിച്ച് പറയാണ്, അപ്പന്റെ ഇതെല്ലാം കൂടെ കണ്ട് പുള്ളിക്കാരൻ പറയാം, എന്റെ ഇതിൽ തന്നാൽ ഞാൻ പോയേക്കാം. But Jesus is saying about the prodigals in the story. He's talking about the father. ഈ ചെറുക്കൻ പറയേണ്ടത് എന്തായിരുന്നു? എനിക്ക് ഇതൊന്നും വേണം, ഞാൻ പോവാന്നായിരുന്നു You പറയേണ്ടത്. know what the son should have said? "Oh, I don't want any of these things. Let me go. I want to go." പക്ഷെ അവൻ പിടിക്കാൻ അവൻ പറഞ്ഞു, ഞാൻ പോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടേ പോകത്തുള്ളൂ. But what did he say? "If I am going, I want my rights and my inheritance." രണ്ടും വേണം. ഉത്തരത്തിൽ ഇതും പോവുകയും വേണം, എന്ത് വേണം? You want both the things. You want to go and you want to have his അയാൾ rights. നമ്മളോടുള്ള അപ്പനായ അല്ലായിരുന്നു, അയാൾ എന്ത് ചെയ്തു? അതെല്ലാം അനുവദിച്ചു But കൊടുക്കുന്നു. this was a good father. He gave everything. ഞാൻ ഇവിടെ പറഞ്ഞതിന്റെ സാരാംശമാണ്. This is what I wanted to tell you. നിങ്ങൾ എന്ത് ചെയ്യണം? What should you do? ദൈവത്തിന്റെ കൃപയിലും In the favor. and the stature. ഫുൾ ഇമോഷണൽ, നിങ്ങളുടെ എല്ലാം മെന്റൽ, ഇതെല്ലാം കൂടാണ് സ്റ്റേച്ചർ എന്ന് പറയുന്നത്. What does station mean? Our emotional and mental well-being and growth. ഞാൻ എന്താണ് അതിലേക്കൊന്ന് പോയി? ജ്ഞാനം എന്താണ്? What does wisdom mean? എന്താണ് ജ്ഞാനം? What is wisdom? ജ്ഞാനം ഒന്ന് നിങ്ങളെ കുറിച്ചുള്ള ജ്ഞാനം, First is wisdom about us, മറ്റൊരു ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനം, and another wisdom about നിങ്ങളുടെ God. സറൗണ്ടിങ്സിനെ കുറിച്ചുള്ള ജ്ഞാനം. The wisdom about our surroundings. അതിലേക്കൊക്കെ പോകാൻ ഞാൻ സമയം I don't want to take much time on that. And here it says, wisdom and stature. here it says wisdom. Jesus increased in wisdom and നിങ്ങളുടെ speech. ഇമോഷൻസ്, Our emotions, നിങ്ങളുടെ ഇന്റലിജൻസ്, ഇന്റലക്ച്വൽസ്, our intellectual side. ഇതെല്ലാം കൂടാണ് സ്റ്റേച്ചറിനകത്ത് പെടുന്നത്. Oh, all these things വേറൊരു are ഭാഷ പറഞ്ഞാൽ station. വ്യക്തിത്വം. Our personality. എന്ത് പറയണം? What should happen to it? We need to grow, increase. വ്യക്തിത്വം തന്നെ വളരരുത്. Oh, our personality should not grow alone. അത് ഡിസാസ്റ്ററായി മാറും. If it grows alone by itself, it will become a disaster. എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനത്തിലും But we need to grow in wisdom of God ദൈവത്തിന്റെ കൃപയിലും and in the grace of God മനുഷ്യന്റെ കൃപയും, and in the favor of man. ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കണം. We need to have all these. ഒന്ന് ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് The വേണം, grace of God ഒന്ന് മനുഷ്യന്റെ കൃപ നിങ്ങൾക്ക് and the വേണം. grace of man. ഇതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ കഴിയൂ. And to live in this world, we need both of these favors. അതിനുവേണ്ടിയാണ് ഈ മീറ്റിംഗ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നത്. And that's why God has been here. നിങ്ങൾ ബിൽറ്റ് ആൾക്കാരല്ല, We are not built in people, ഞങ്ങൾ നിങ്ങളെ ബിൽറ്റപ്പ് ചെയ്യുക. but we are built up. എത്ര പേര് സന്തോഷമുണ്ട്? Hallelujah. How many? അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ 4 സെക്ഷൻ
these 4 sessions, I believe, നിങ്ങളെ ഈ രണ്ട് മേഖലയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ God wants to പോകുന്നു? build up in both these sides. അതൊരു മനുഷ്യന് പറ്റത്തില്ല. No human being can do യെശയ്യാ this. പ്രവാചകൻ പുസ്തകം 11-ാം അധ്യായത്തിൽ പറയുന്നു, അവന്റെ ആത്മാവ് എന്റെ മേൽ ആവസിക്കുന്നു. The book of Isaiah says, God's Spirit, അവന്റെ ആത്മാവ് എന്റെ മേൽ ആവസിക്കുന്നു. my God's Spirit resides in me. ഇന്നലെ ഞാൻ ഒരു കഥ വായിച്ചതുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. I want to close with one last statement and come forward. നമ്മുടെ നാട്ടിൽ നിന്ന് 2 ഡോക്ടേഴ്സ്, 2 doctors from India, Kerala. ഒരു ടീച്ചർ, 1 teacher. അവർ ആസാമിലേക്ക് യാത്ര ചെയ്തു. They have gone to Assam. ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തു. They booked a room in a hotel. അവർ ഫ്ലൈറ്റിനകത്താണ് തിരുവനന്തപുരത്ത് പോയത്. From Trivandrum. ആസാമാണ് ആന്ധ്രാപ്രദേശാണോ എക്സാക്ട് സ്റ്റേറ്റ്? Assam, a state in northeast of India. ഇവർ 3 ഈ 2 ഡോക്ടറും ഇവർ കപ്പിൾസ് ആണ്. ഡോക്ടറും വൈഫും. There's a doctor and wife. അവർ 2 ഡോക്ടേഴ്സ് ആണ്. Both of them are doctors. മറ്റേ ഈ വൈഫിന്റെ ഫ്രണ്ട് ആണ് മറ്റേ ടീച്ചർ വന്ന സ്ത്രീ. This wife's friend is this teacher who is along with them. All of them are 30 plus in age. ഇവർ ഹോട്ടലിൽ റൂം എടുത്തു. They have taken a room in a hotel. ഇന്നലെ അവിടുത്തെ പോലീസ് ഓഫീസർ അവരുടെ മാതാപിതാക്കളെ വിളിച്ചു പറഞ്ഞു 3 പേര് മരിച്ചു കിടക്കുന്നു. And the news came out that all these 3 people are lying dead in that room. അതൊരു സാധാരണ മരണമല്ലായിരുന്നു. It was not a normal പോലീസിനെ death. നോക്കുമ്പോൾ But when the police came and ഇവരുടെ checked, ദേഹത്തെല്ലാം മരണിട്ടുണ്ട്. they have several markings on their body. ഇവരുടെ രക്തം ഈ ഇത് മുറിച്ചിട്ടാണ് ഇവരുടെ രക്തം വാർന്നിട്ടാണ്. They have drained all their blood from these wounds and they have died. കറുത്ത സാധനങ്ങളാണ് ഇവർ മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത്. They have used many black things. എത്ര ബ്ലാക്ക് ഉപയോഗിക്കുന്നുണ്ട്? How many of you use black? ബ്ലാക്ക് മാജിക്കിന്റെ ആൾക്കാരാണ്. Because you know what? They were people who were involved in some. They were not born in such a way. ഹസ്ബൻഡ് ക്രിസ്ത്യാനിയാണ്. This man, this husband, this doctor is a ആ Christian. 2 സിസ്റ്റേഴ്സും These 2 women, wife and this teacher, were Hindus. അവർ ബ്ലാക്ക് വിച്ചോ വിച്ച് കണ്ടോ ഇതുമായിട്ട് വളർന്നവരല്ല. They are not people who were born up with these witchcraft, പക്ഷേ അവർ attracted. but they were attracted to these things. They were attracted to these things. അവരുടെ 30-ാമത്തെ വയസ്സിൽ In their age 30, they were caught up and attracted to these things. കൃത്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു. They were desiring for a rebirth, അതിന് അവരുടെ ജീവനെ അവർ വിധിച്ചു. and for that they sacrificed their lives. നിങ്ങൾ പറയും അയ്യോ അത് ഇന്ത്യയിലാണ് നടന്നത്. Oh, you will say, oh, did this not happen in India? പഠിപ്പില്ലാത്തവരല്ല. Are they not people? Oh, but these are not people who are not educated. ഇവർ ഡോക്ടേഴ്സ് ആണ്. They are doctors. ഒരാൾ ടീച്ചറാണ്. One of them is a good teacher. നല്ല വെൽത്തി പീപ്പിൾ. Wealthy people. എന്താ പറ്റി? But what happened? എന്താ റോങ് ആയി? What was wrong in their lives? ഒറ്റപ്പെട്ട സംഭവമാണ്. Is it something secluded in? അമേരിക്കയിൽ നടക്കുന്നില്ലേ? These things happen in US. യുകെയിൽ നടക്കുന്നില്ലേ? Don't this happen in UK? നിങ്ങൾക്കറിയാമോ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ഏറ്റവും കൂടുതൽ അനാചാരങ്ങൾ ഈ ലോകത്തിൽ ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. You know what? Statistics says that lot of superstition beliefs is widespread in the world right now. അന്ധവിശ്വാസത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. Superstitions, disbelief. നിങ്ങൾ സത്യത്തെ വിശ്വസിക്കാതെ ഏത് വിശ്വസിച്ചാലും അതെന്തായി മാറും? എല്ലാം അനാചാരങ്ങളായി മാറും. Whatever we believe outside the truth comes under disbelief and superstitions. ഇവിടെയാണ് പറയുന്നത് ജ്ഞാനം. That is where wisdom comes into play. ഇവിടെയാണ് ജ്ഞാനം. That is where wisdom comes into ഏത് play. ജ്ഞാനം? Which wisdom? ഒരു ജീവനെ കൊടുക്കുന്ന ജ്ഞാനമല്ല. Not the wisdom which എന്തിനു വേണ്ടി കൊടുക്കുന്ന ജീവനല്ല. not the എന്തിനു വേണ്ടി കൊടുക്കുന്ന ജീവൻ. not the wisdom which will lead you to sacrifice your life for something. നിനക്ക് വേണ്ടി ജീവനെ തന്നവന് വേണ്ടി കൊടുക്കുന്ന ജീവൻ. But the wisdom which will lead you to sacrifice your life for the one who gave up his life. നിന്റെ സൃഷ്ടാവിന് വേണ്ടി കൊടുക്കുന്ന ജീവൻ. The life which will make you sacrifice your life for the one, your creator. ഇതിനാണ് നിങ്ങൾ ഇവിടെ കൂട്ടിയത്. That is why we are gathered here. നിങ്ങൾ എന്തായി മാറരുത്. What should we not become? നിങ്ങളുടെ ജീവൻ വല്ലത്തിനു വേണ്ടി കളയുവാൻ. Oh, we should not be the ones to sacrifice our lives for നിങ്ങളുടെ something. പ്രാണൻ വല്ലത്തിനു വേണ്ടി കൊടുക്കാനാണ്. Not just for something. നിങ്ങളുടെ പ്രാണൻ സ്വർഗ്ഗത്തിൽ But കെട്ടപ്പെട്ട our lives and our soul belong to Christ. നിത്യതയിൽ അത് മുദ്രയിട്ടപ്പെട്ടു. Oh, it is sealed in eternity. അവരുടെ ജീവൻ 30-ാമത്തെ വയസ്സിൽ പിശാച് എടുത്തേക്കും. If their lives were taken at the age of 30 by devil, ദൈവം പറഞ്ഞു പിശാച് അറുക്കുവാനും കൊല്ലുവാനും. the word of God says devil comes to kill, murder and steal. So children, ഞങ്ങളോട് പറയട്ടെ. Youths, let me tell you, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധം തരും. Holy Spirit will give us wisdom, നിങ്ങൾക്ക് ജ്ഞാനം തരും. will give us നിങ്ങൾക്ക് understanding, അറിവ് തരും. will give us
ചെയ്യുന്നതിനേക്കാൾ പിശാചിന്റെ എതിർത്ത് നിൽക്കാൻ കൃപ പകർന്നു. and will give us grace to resist the devil. ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് അതിനായിട്ട് നമ്മളെ സഹായിക്കും. And God's Holy Spirit is going to help നമുക്കൊരു us. നിമിഷം കണ്ണുകൾ. Let's close our eyes. ഞാൻ ഒഫീഷ്യലായിട്ട് ഈ യൂത്ത് ക്യാമ്പ് ഇനാഗുറേറ്റ് ചെയ്യും. I inaugurate this meeting officially by this. ഇത് വലിയൊരു അനുഗ്രഹവും വിടുതലുമായി. Let this become a deliverance and blessing. നാം എല്ലാവരും കണ്ണുകൾ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. We all close our eyes and we are going to pray. എല്ലാ കുഞ്ഞുങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് നോക്കുക. Every children close your eyes and look up to heaven. ഒന്നാമത് പറയുന്നത് ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമാണ്. Oh, first we need God's grace. മറ്റൊന്ന് പറയുന്നത് മനുഷ്യന്റെ കൃപ നമുക്ക് We ആവശ്യമാണ്. need man's favor. ഇത് രണ്ടുമില്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ Without കഴിയില്ല. these two things we cannot live in this world. ഇന്ന് പകൽക്കാലം ആദ്യ ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ Oh, വേണം. let us have the grace of God first. ദൈവത്തോട് പ്രാർത്ഥിക്കാം. Oh, pray to God. ദൈവത്തോട് പ്രാർത്ഥിക്കാം. Pray to God now. നിങ്ങളുടെ മറ്റു ചിന്തകളെല്ലാം മാറ്റി Leave all your thoughts from your mind നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. and give and submit to God now. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, Oh, Heavenly Father, Holy God. ഞങ്ങൾ ഒരുമിച്ച് ഈ മീറ്റിംഗിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. Together we bless this meeting in Jesus' name. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ നിന്റെ Together with സന്നിധിയിൽ our children we come to your presence. ഇന്ന് പകൽക്കാലം ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവിനെ നീ അവരുടെ മേൽ പകരുവാൻ We പോകുന്നു. need your wisdom and favor from you, Lord. പാപത്തെ കണ്ട് കർത്താവെ അതിന് അനുകൂലപ്പെടുന്ന ആത്മാവല്ല, അതിനോട് എതിർത്ത് നിൽക്കുന്ന ആത്മാവിനെ നീ പകരുവാൻ പോകുന്നതിനാൽ സ്തോത്രം. Not a spirit which attracts and goes to sin, but resists it. ശത്രുവിനെ ജയിക്കാനുള്ളതിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇവരുടെ മേൽ സ്വർഗ്ഗം പകരുവാൻ An പോകുന്നതിനാൽ anointing to overcome and resist the devil, Father. കർത്താവ് ഇതുവരെ അവർ പ്രാപിച്ചിട്ടില്ലാത്ത ആത്മീയ അനുഭവങ്ങളിലേക്ക് ദൈവം അവരെ നയിക്കാൻ പോകുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരുതുന്നു. Thank you, Jesus, for leading our youths, all of us, to another dimension where we overcome sin. ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു We പ്രാർത്ഥിക്കുന്നു. bless these children. അവർക്കെതിരെ പോരാടി നിൽക്കുന്ന ഇരുളിന്റെ വ്യാപാര ശക്തികൾ, Every power of darkness which is against അന്ധകാരത്തിന്റെ them. ദുർസാത്മസേനകൾ, Every powers of darkness. ദേശത്തിന്റെ എല്ലാ ആധിപത്യ ശക്തികൾ, Every principality from the പിശാചിന്റെ land. എല്ലാ പദ്ധതികളും അലലിയ സ്വതന്ത്ര തീയമ്പുകൾ, Every plans and purposes of the devil. ഇന്ന് പകൽക്കാലം നസ്രനായ യേശുവിന്റെ നാമത്തിൽ, Today morning in the name of പാതാളത്തെ ജയിച്ച യേശുവിന്റെ നാമത്തിൽ, Jesus is overcome. ശത്രുവിനെ ജയിച്ച യേശുവിന്റെ നാമത്തിൽ, Jesus is overcome. ലോകത്തെ ജയിച്ച യേശുവിന്റെ നാമത്തിൽ, Who has overcome this സകല world. ജഡത്തിന്റെ അഭിലാഷങ്ങളെ ജയിച്ച യേശുവിന്റെ നാമത്തിൽ, Who has overcome everything. ഇന്ന് പകൽക്കാലം ഞങ്ങൾ അതിന്മേൽ ജയമെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ, ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. These children in Jesus' ഞങ്ങളുടെ name. പോരാടുന്ന എല്ലാ ശത്രുവിന്റെ പോരുകളും ഇന്ന് പകൽക്കാലം അവന്റെ കൈകളെ ഞങ്ങൾ വെട്ടിമാറ്റി. Every powers which is against these children, we slay them in Jesus' name. ആകാവ് കർത്താവെ വയലിനെ കുപ്പത്തൊട്ടിയാക്കുവാൻ വിചാരിച്ചതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, നല്ല ഹൃദയങ്ങളെ അശുദ്ധമാക്കുവാൻ, മ്ലേച്ഛതയിലേക്ക് വലിച്ചു കൊണ്ടുപോകുവാൻ ആകാവും ഈ സമയം ശ്രമിക്കുമ്പോഴെന്ന് പകൽക്കാലം അതിനെ ശാസിച്ചുകൊണ്ട് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന അവകാശങ്ങൾ, ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന നന്മകൾ പ്രാപിപ്പാൻ ദൈവരുടെയാണ്. സ്വർഗ്ഗം അങ്ങനെ ചെയ്തതിനാൽ സ്തോത്രം. മുഴുവൻ നീ കൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ശുശ്രൂഷിക്കാൻ ദൈവദാസന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.